Hi guys, welcome back to a new video. This is the third part of the story Vanka, written by Anton Chekhov from 10th standard English textbook. 10th English textbookile Anton Chekhov എഴുതിയ വാങ്ക എന്ന ഷോർട്ട് സ്റ്റോറിയുടെ തേർഡ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് 2 വീഡിയോസ് കാണാത്തവർ ആ വീഡിയോസ് കണ്ട ശേഷം ഈ വീഡിയോ കാണുക. Moscow is such a big town. There are so many gentlemen's houses and such a lot of horses and no sheep, and the dogs are not a bit fierce. Moscow വലിയൊരു പട്ടണമാണ്. There are so many gentlemen's houses and such a lot of horses. ഇവിടെ ധാരാളം മാന്യന്മാരുടെ വീടുകളും ഒട്ടനവധി കുതിരകളുമുണ്ട്. And no sheep, and the dogs are not a bit fierce. ചെമ്മരിയാടുകൾ ഇവിടെ ഒട്ടും തന്നെയില്ല. അതുകൂടാതെ ഇവിടെയുള്ള നായകൾ അല്പം പോലും ഫിയേഴ്സ് അല്ല. ഫിയേഴ്സ് മീൻസ് രൗദ്രഭാവമുള്ളവയല്ല. ഈ പട്ടണത്തിലെ നായകളെല്ലാം വളരെയധികം കാം ആൻഡ് ക്വയറ്റ് ആണ്, വളരെയധികം ശാന്ത സ്വഭാവമുള്ളവയാണ്. The boys in the town don't roam the streets with stars and they don't allow one to sing in church at Christmas. പട്ടണത്തിലെ കുട്ടികളൊന്നും തന്നെ ക്രിസ്മസ് സ്റ്റാറും കൊണ്ട് ഇവിടെ കറങ്ങി നടക്കുന്നില്ല. പള്ളിയിൽ ക്രിസ്മസ് ഗാനങ്ങൾ ആലപിക്കാൻ ഇവിടെ ആരെയും സമ്മതിക്കാറുമില്ല. They were also seen selling fishing hooks that could even hold a sheath fish weighing 30 pounds. പക്ഷേ 30 പൗണ്ടോളം ഭാരം വരുന്ന ഷീറ്റ് ഫിഷിനെ പിടിക്കാൻ പറ്റുന്ന തരം ചൂണ്ട വിൽക്കുന്ന കുട്ടികളെ ഇവിടെ ഈ പട്ടണത്തിൽ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. There are shops that have all sorts of guns just like the ones the master has at home. They must cost 100 rubles each. ഗ്രാമത്തിലെ യജമാനന്റെ കയ്യിലുള്ളതുപോലെയുള്ള എല്ലാതരം തോക്കുകൾ വിൽക്കുന്ന ഷോപ്പുകളും ഈ പട്ടണത്തിലുണ്ട്. ഇവിടെ കാണുന്ന ഓരോ തോക്കുകൾക്കും 100 രൂപയെങ്കിലും വില വരുന്നവയാണ്. In the butcher shop they sell grouse, woodcock and hares about which they don't say where they were shot. പട്ടണത്തിലെ ബുച്ചർ ഷോപ്പ് മീൻസ് മാംസക്കട. അവിടെ അവർ ഗ്രൗസ് മീൻസ് കുളക്കോഴി, വുഡ് കോക്ക് എന്ന് പറഞ്ഞാൽ കാട്ടുകോഴി, ഹെയർ മീൻസ് കാട്ടുമുയൽ എന്നിവയുടെയൊക്കെ മാംസം വിൽക്കും. അവയൊക്കെ എവിടെ നിന്നാണ് വെടിവെച്ച് പിടിച്ചതെന്ന് അവർ പറയാറില്ല. Dear Granddad, when they have a Christmas tree at the big house, take a gilded nut for me and put it away in the green chest. Ask Miss Olga Ignatievna, tell her it's for Vanka. വാങ്ക തന്റെ കത്ത് തുടരുകയാണ്. മോസ്കോയിലും തന്റെ ഗ്രാമത്തിലുള്ള വ്യത്യാസങ്ങൾ ആദ്യം വാങ്ക പറയുന്നു. അതിനുശേഷം വാങ്ക തുടരുന്നു. പ്രിയ മുത്തച്ഛ, നമ്മുടെ ഗ്രാമത്തിലെ വലിയ വീട്ടിൽ അവർ ക്രിസ്മസ് ട്രീ ഒരുക്കുമ്പോൾ സ്വർണ്ണ നിറത്തിലുള്ള ഒരു ഗിൽഡഡ് നട്ട് എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് ട്രീയുടെ മുകളിൽ അലങ്കരിക്കാൻ വേണ്ടി തൂക്കിയിടുന്ന ഒരു കൊച്ചു ബോൾ പോലെയുള്ള ഒരു സാധനമാണ് ഗിൽഡഡ് നട്ട്. അതെനിക്ക് വേണ്ടി ഒരെണ്ണം മാറ്റി വെക്കണം. ആൻഡ് പുട്ട് ഇറ്റ് അവേ ഇൻ ദി ഗ്രീൻ ചെസ്റ്റ്. ഗ്രീൻ ചെസ്റ്റ് പറഞ്ഞാൽ പച്ച നിറത്തിലുള്ള ഒരു പെട്ടിയാണ്. ആ പെട്ടിയിൽ അതെനിക്ക് വേണ്ടി എടുത്ത് മുത്തശ്ശൻ മാറ്റി വെക്കണം. ആസ്ക് മിസ് ഓൾഗ ഇഗ്നച്ചേവ്ന, ടെൽ ഹർ ഇറ്റ്സ് ഫോർ വാങ്ക. ആ ഗിൽഡഡ് നട്ട് എടുത്തിട്ട് മാറ്റി വെക്കുമ്പോൾ മിസ് ഓൾഗ ഇഗ്നച്ചേവയോട് പറയണം അത് വാങ്കയ്ക്ക് വേണ്ടിയാണ് എടുത്തു വെക്കുന്നതെന്ന്. വാങ്ക gave a sharp sigh and once more gazed at the window pane. He remembered his grandfather going to get a Christmas tree for the gentry and taking his grandson with him. Oh, what happy times those had been. വാങ്ക വീണ്ടും ഒരു നെടുവീർപ്പിട്ടുകൊണ്ട് ജനൽപ്പാളിയിലേക്ക് നോക്കി. And he remembered his grandfather going to get a Christmas tree for the gentry and taking his grandson with him. തന്റെ പേരമകനെയും കൂട്ടി ആ മുത്തശ്ശൻ ഗ്രാമത്തിലെ പ്രഭു കുടുംബത്തിന് വേണ്ടി ക്രിസ്മസ് ട്രീ വെട്ടാൻ പോകുന്ന കാര്യം വാങ്ക ഓർത്തു. Oh, what happy times those had been. എത്ര സന്തോഷം നിറഞ്ഞ കാലമായിരുന്നു അത് എന്ന് വാങ്ക ഓർക്കുന്നു. Grandfather would give a chuckle and the frost-bound would chuckle and Vanka following their example chuckle too. ഈ വരികളിൽ വാങ്ക അന്ന് അനുഭവിച്ചിരുന്ന തന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാലഘട്ടം അനുസ്മരിക്കുകയാണ്. Grandfather would give a chuckle means grandfather അടക്കി പിടിച്ചുകൊണ്ട് ചിരിക്കുമായിരുന്നു. Chuckle means to laugh and the frost-bound wood chuckled. മഞ്ഞ് പൊതിഞ്ഞു കിടക്കുന്ന മരങ്ങളും അത് കേട്ട് ചിരിക്കും. And Vanka following their example chuckle too. ഇവരുടെ രണ്ടുപേരുടെയും ചിരി കണ്ടിട്ട് വാങ്കയും ചിരിക്കുമായിരുന്നു. Before chopping down the fig tree, grandfather would smoke a pipe, take a long pinch of snuff and laugh at the shivering Vanka. ഫിർ മരം വെട്ടി താഴെയിടുന്നതിന് മുമ്പായിട്ട് മുത്തശ്ശൻ തന്റെ പുകയില പൈപ്പ് കത്തിച്ചുകൊണ്ട് വലിക്കുമായിരുന്നു. വലിയ ഒരു നുള്ളു മൂക്കിൽ പൊടി വലിക്കും. എന്നിട്ട്
തണുത്ത് വിറയ്ക്കുന്ന വാങ്കയെ നോക്കി കളിയാക്കി ചിരിക്കും. The young fir trees, coated with frost, stood motionless, waiting to see which one of them was to die. മഞ്ഞിൽ പൊതിഞ്ഞ ചെറിയ ഫിർ മരങ്ങൾ തങ്ങളിൽ ആരാണ് ഇപ്പോൾ മരിച്ചു വീഴാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത് പോലെ നിശ്ചലമായിക്കൊണ്ട്, മോഷൻലെസ് ആയിക്കൊണ്ട് അങ്ങനെ തന്നെ അനങ്ങാതെ നിൽക്കുമായിരുന്നു. And suddenly a hare would come leaping over a snowdrift swiftly as an arrow. Grandfather could never help shouting, "Stop it! Stop it! Stop it! Oh, you stub-tailed devil!" അപ്പോഴായിരിക്കും മഞ്ഞുകൂനകൾക്ക് മുകളിലൂടെ ഒരു കാട്ടുമുയൽ ശരവേഗത്തിൽ ചാടി വരുന്നത്. കം ലീപ്പിംഗ് മീൻസ് ചാടി വരിക. ഇത് കാണുമ്പോൾ ഗ്രാൻഡ് ഫാദർ എന്ത് വിളിച്ചു പറയും? നിൽക്കടാ അവിടെ, നിൽക്കടാ അവിടെ. യു stub-tailed devil. Stub-tailed മീൻസ് കുറ്റിവാലൻ, കുറ്റി പോലെയുള്ള വാലുള്ള. ഡെവിൾ മീൻസ് ചെകുത്താൻ, കുറ്റിവാലൻ ചെകുത്താനെ എന്നൊക്കെ ആവേശത്തോടെ മുത്തശ്ശൻ വിളിച്ചു പറയുമായിരുന്നു. Grandfather would drag the tree to the big house and they would start decorating it. Miss Olga Ignatievna, Vanka's favorite, was the busiest of all. മുത്തച്ഛൻ ആ മരം വലിയ വീട്ടിലേക്ക് വലിച്ചു കൊണ്ടുവരും. എന്നിട്ട് എല്ലാവരും കൂടി അത് അലങ്കരിക്കാൻ വേണ്ടി തുടങ്ങും. വാങ്കയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഓൾഗ ഇഗ്നച്ചേവന ആയിരിക്കും ആ പ്രവൃത്തികളെല്ലാം ഏറ്റവും തിരക്കുള്ള ആള്. While Pelagia, Vanka's mother, was alive and in service at the big house, Olga Ignatievna used to give Vanka sweets and amuse herself by teaching him to read, write and count to 100 and even to dance quadrille. വാങ്കയുടെ അമ്മയായിരുന്ന പെലാഗയ ജീവിച്ചിരുന്ന കാലത്ത് ആ വലിയ വീട്ടിൽ ജോലി ഉണ്ടായിരുന്നപ്പോൾ ഓൾഗ ഇഗ്നച്ചേവന വാങ്കയ്ക്ക് ഒരുപാട് സ്വീറ്റ്സ് കൊടുക്കുമായിരുന്നു. മാത്രവുമല്ല അവനെ വായിക്കാനും 100 വരെ എണ്ണാനും എഴുതാനും ഒക്കെ പഠിപ്പിക്കുകയും, അതുപോലെ ക്വാഡ്രിൽ പറഞ്ഞാൽ ഒരു ഡാൻസ് ഫോമാണ്. ആ ക്വാഡ്രിൽ പറഞ്ഞ ഡാൻസും വാങ്കയ്ക്ക് ഓൾഗ ഇഗ്നച്ചേവനയാണ് പഠിപ്പിച്ചു കൊടുത്തിരുന്നത്. But when Pelagia died, the orphan Vanka was sent down to the back kitchen to his grandfather and from there to Moscow to Alyahin the shoemaker. എന്നാൽ പെലാഗയ മരണപ്പെട്ടപ്പോൾ വാങ്ക തന്റെ മുത്തച്ഛനോടൊപ്പം ആ വീടിന്റെ പുറകിലെ അടുക്കളയിലേക്ക് മാറ്റപ്പെട്ടു. അവിടെ നിന്ന് പിന്നീട് മോസ്കോ പട്ടണത്തിലെ അല്യാഖിൻ എന്ന ചെരുപ്പ് മുതലാളിയുടെ വീട്ടിലേക്കും അയക്കപ്പെടുകയാണുണ്ടായത്. സോ വാങ്കയുടെ അമ്മയായിട്ടുള്ള പെലാഗയുടെ മരണത്തിന് ശേഷമാണ് വാങ്കയുടെ ജീവിതത്തിൽ ദുരിതങ്ങൾ ആരംഭിക്കുന്നത്. Come to me, dear granddad, continued Vanka. I beg you, for Christ's sake, take me away from here. Pity me, unhappy orphan. They beat me all the time and I am always hungry and I am so miserable here. പ്രിയപ്പെട്ട മുത്തശ്ശ, എൻ്റെ അടുത്തേക്ക് വരിക. വാങ്ക തുടർന്നു. ദൈവത്തെ ഓർത്ത് എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് ഞാൻ യാചിക്കുകയാണ് അങ്ങയോട്. Pity me, unhappy orphan. സന്തോഷമില്ലാത്ത ഈ അനാഥനോട് അല്പം ദയവ് കാണിക്കുക. They beat me all the time and I am always hungry and I am so miserable here. അവർ എല്ലായ്പ്പോഴും എന്നെ അടിക്കുകയാണ്. ഞാനിവിടെ എപ്പോഴും പട്ടിണിയിലും ദുരിതത്തിലുമാണ് മുത്തശ്ശ. I can't tell you. I cry all the time and one day the master hit me over the head with the last and I fell down and thought I would never get up again. എനിക്ക് പറയാൻ വയ്യ മുത്തശ്ശ, ഞാൻ എപ്പോഴും കരയുകയാണ്. ഒരു ദിവസം യജമാനൻ എന്നെ ലാസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് തലയ്ക്കടിച്ചു. ഞാൻ വീണുപോയി. ആ വീഴ്ചയിൽ നിന്ന് ഇനി ഒരിക്കലും എഴുന്നേൽക്കാൻ കഴിയില്ല എന്ന് എനിക്ക് തോന്നിപ്പോയി. I have such a miserable life, worse than a dog's. എൻ്റെ ജീവിതം ഒരു നായയുടെ ജീവിതത്തെക്കാൾ മോശവും ദുരിതപൂർണവുമാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. വാങ്ക എന്ന് പറയുന്ന 9 വയസ്സുകാരൻ ഇങ്ങനെയൊക്കെ എഴുതണമെങ്കിൽ എത്രമാത്രം മാനസികവും ശാരീരികവുമായിട്ടുള്ള പീഡനം ആ കൊച്ചുകുട്ടിക്ക് ഏൽക്കേണ്ടി വന്നിട്ടുണ്ടാവും. And I send my love to Alyona, one-eyed Yegor, and the coachman, and don't give my concertina to anyone. I remain your grandson, Ivan Zhukov. Dear granddad, do come. അവിടെയുള്ള അലിയോണയ്ക്കും ഒറ്റക്കണ്ണുള്ള യഗോറിനും പിന്നെ മറ്റു വണ്ടിക്കാർക്കും എല്ലാവർക്കും ഞാൻ എൻ്റെ സ്നേഹാദരങ്ങൾ അയക്കുന്നു. എൻ്റെ കൺസേർട്ടീന മീൻസ് എൻ്റെ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്, ദാറ്റ് ഈസ് കൺസേർട്ടീന. അത് ആർക്കും നൽകരുത് മുത്തശ്ശ. പ്രിയപ്പെട്ട മുത്തശ്ശ, എൻ്റെ അടുത്തേക്ക് വരിക. എന്നെന്നും നിങ്ങളുടെ പ്രിയ പേരമകൻ വാങ്ക ഇവാൻ ജുക്കോവ്. വാങ്ക തൻ്റെ കത്ത് നിർത്തുകയാണ്. Vanka folded the sheet of paper in 4 and put it in an envelope which he had bought the day before for a kopeck. എഴുതി തീർന്ന തൻ്റെ കത്ത് വാങ്ക 4 മടക്കുന്നു. തലേ ദിവസം വാങ്ങിവെച്ച
ഒരു എൻവലപ്പിൽ ഒരു കൊപ്പെക് നൽകിയിട്ടാണ് വാങ്ക ആ എൻവലപ്പ് വാങ്ങിയത്. ആ എൻവലപ്പിലോട്ട് വാങ്ക നിക്ഷേപിക്കുന്നു. Then he paused to think, dipped his pen into the ink pot and wrote to grandfather in the village, scratched his head, thought again, then added to Constantin Makarich. അല്പനേരം ചിന്തിച്ച ശേഷം പേന മഷ്കുപ്പിയിൽ മുക്കി ആ കവറിന് പുറത്ത് അവൻ എഴുതി, ഗ്രാമത്തിലെ മുത്തശ്ശന് ടു ഗ്രാൻഡ് ഫാദർ ഇൻ ദ വില്ലേജ്. വീണ്ടും തല ചൊറിഞ്ഞുകൊണ്ട് എന്തോ ആലോചിച്ചു വാങ്ക. എന്നിട്ട് അതിനുശേഷം അതിന് കൂട്ടിച്ചേർത്തുകൊണ്ട് എഴുതി ടു കോൺസ്റ്റാന്റിൻ മക്കാരിച്ച്. Pleased that no one had prevented him from writing, he put on his cap and ran out into the street without putting his coat on over his shirt. തന്റെ കത്ത് ആരും തടസ്സപ്പെടുത്തിയില്ല എന്ന കാര്യം ആലോചിച്ച് വാങ്ക ഒരുപാട് സന്തോഷിച്ചു. അതിനുശേഷം വാങ്ക തന്റെ തൊപ്പിയെടുത്ത് ധരിച്ചു. ഷർട്ടിന്റെ മേലെ കോട്ടൊന്നും അണിയാതെ ആ തണുപ്പിൽ അവൻ അങ്ങാടിയിലോട്ട് ഓടിപ്പോകുന്നു. The men at the butcher's told him when he asked them the day before that letters are put into letter boxes and from these boxes sent all over the world on mail coaches with 3 horses and drunken drivers and jingling bells. ബുച്ചർ ഷോപ്പിലെ ആളുകളോട് മീൻസ് മാംസക്കടയിലെ ആളുകളോട് തലേ ദിവസം വാങ്ക ചോദിച്ചിരുന്നു ഈ കത്തുകൾ എവിടെയാണ് നിക്ഷേപിക്കുകയെന്ന്. അപ്പോൾ അവർ വാങ്കയോട് പറഞ്ഞിരുന്നു ലെറ്റർ ബോക്സ് എന്ന ഒരു എഴുത്തുപെട്ടിയുണ്ട്, അതിനകത്താണ് ഈ ലെറ്റർ നിക്ഷേപിക്കേണ്ടതെന്ന്. അവിടെയൊന്നും മണി കെട്ടിയ കുതിരവണ്ടിയിൽ മദ്യപന്മാരായ വണ്ടിക്കാർ കൊണ്ടുപോയി പിന്നീട് അവ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും അയക്കപ്പെടും എന്നാണ് വാങ്ക മനസ്സിലാക്കിയിട്ടുള്ളത്. വാങ്ക ran as far as the nearest letter box and dropped his precious letter into the slit. വാങ്ക ഏറ്റവും അടുത്തുള്ള എഴുത്തുപെട്ടി വരെ ഓടിച്ചെല്ലുന്നു. അതിന്റെ സ്ലിറ്റ് പറഞ്ഞാൽ വിടവ്. ആ വിടവിലൂടെ തന്റെ ഏറ്റവും വിലപ്പെട്ട കത്ത് ആ പെട്ടിയിൽ നിക്ഷേപിക്കുന്നു. An hour later, lulled by rosy hopes, he was fast asleep. He dreamed of a stove. On the stove ledge sat his grandfather, his bare feet dangling, reading the letter to the cooks. Eel was walking backwards and forwards in front of the stove, wagging his tail. ഒരു മണിക്കൂറിന് ശേഷം വാങ്ക സുന്ദര പ്രതീക്ഷകളുടെ താരാട്ടിൽ എന്നപോലെ അവൻ വാങ്ക ഗാഢമായിക്കൊണ്ട് ഉറങ്ങിപ്പോകുന്നു. ആ ഉറക്കത്തിൽ അവൻ തന്റെ ഗ്രാമത്തിലെ ആ വലിയ വീട്ടിലെ അടുക്കളയും അടുപ്പും സ്വപ്നം കാണുന്നു. അടുപ്പിന്റെ തറയിൽ തന്റെ മുത്തശ്ശന്റെ ചെരുപ്പിടാത്ത കാലും തൂക്കിയിട്ടിരുന്നിട്ട് പാചകക്കാർക്ക് തന്റെ കത്ത് വായിച്ചു കേൾപ്പിക്കുകയാണ് വാങ്കയുടെ മുത്തശ്ശൻ. അടുപ്പിന് മുന്നിലൂടെ ഈൽ എന്ന നായ തന്റെ വാലു ആട്ടിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നു. തന്റെ കത്ത് കിട്ടുന്ന ഉടനെ തന്നെ തന്റെ മുത്തശ്ശൻ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആ മോസ്കോ പട്ടണത്തിലേക്ക് വരുമെന്നുള്ള സുന്ദര പ്രതീക്ഷയോടുകൂടി വാങ്ക കിടന്നുറങ്ങുന്നതായിട്ടാണ് ഈ സ്റ്റോറിയുടെ അവസാനത്തിൽ നമ്മൾ കാണുന്നത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കണും എനേബിൾ ചെയ്ത് വെക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദി വീഡിയോ. ടേക്ക് കെയർ. ബൈ.